അല്ല, മുക്കോടെ വക്കീലൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? എന്നാ തെളിച്ചു പറയാം. മോഹിനി തമ്പുരാട്ടിയെ കോവിലകത്തുനിന്ന് പടിയിറക്കി പിണ്ടം വെക്കുന്നു. ആ ഇളക്കക്കാരി ഉമയമ്മയുമായുള്ള തമ്പുരാന്റെ അവിഹിത ബന്ധം, സാമ്പത്തിക ബാധ്യത, പട്ടയഭൂമിയുടെ കിടപ്പവകാശം സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ, ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഹൈമവതി കൊച്ചിനെ ധരിപ്പിക്കുന്നു. മുക്കോടെ വായിലിട്ട് എന്നാ ചവച്ചാലും അരയുന്നത് മറ്റവന്റെ തലച്ചോറാന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. ശിവതാണു, കൂടുതൽ കയറി അങ്ങ് സുഖിപ്പിക്കല്ലേ. അയ്യോ, എന്തോ കൊണ്ടുവന്നു കോവിലകത്തുനിന്ന്. ആ, അവിടെ ഞാൻ എന്നാക്കെ കുറച്ചാലും ഇവിടെ ഞാനൊന്നും കുറയ്ക്കുകയല്ല. മോഹിനിയുടെ കല്യാണം പോലും വെറും ഒരു ചടങ്ങാ, ഒരു താലികെട്ട്. കോവിലകത്ത് നിന്ന് പഴിച്ചു വരണ്ട, എവിടെങ്കിലും പോയി തൊലയട്ടെ ശവങ്ങള്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് കല്യാണത്തിനൊന്ന് മുഖം കാണിച്ചേക്കണം. ആ, പിന്നെ ഹൈമവതി ചിലതൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. വക്കീലൊന്ന് അവിടം വരെ വരണം. ഹൈമവതി, ഒടുവിൽ നമ്മുടെ പണി പാളുമോ ശിവതാണു? ആനയെ മയക്കാമെന്നവന്റെ തോളിലിരുന്ന് ഈ ഹൈമവതി അങ്ങ് പോവോ? അവളോ? ആ, ഉവ്വ ഉവ്വ. ആഹാ, ഇറങ്ങായോ? യാത്ര പറയുന്നില്ല. ജാതകദോഷം വെച്ച് എനിക്ക് അങ്ങനെ പറയാനേ ഒക്കൂ. നെടുമ്പാട്ട് കോവിലകത്തേക്ക് ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ പോയി വരാൻ. ഇറങ്ങട്ടെ. മറക്കില്ല ഞാൻ, മരണം വരെ. മോഹങ്ങൾ അടക്കാൻ കഴിഞ്ഞില്ല, മനസ്സും ശരീരവും നിയന്ത്രിക്കാനും. ഉണ്ണിരാജയുടെ മണിയറ കടക്കുമ്പോൾ ഞാൻ പതിവ്രതയാണെന്ന സത്യം ബാക്കിയാവുന്നു. അതെനിക്ക് മടക്കി തന്ന ഹരികൃഷ്ണനെ ഞാൻ എങ്ങനെ മറക്കും? എന്താ ചിറ്റ ഇത്? നീ എനിക്ക് മോളാ. നിന്റെ അച്ഛന് കഴിയാത്തത് നിനക്ക് കഴിഞ്ഞു. നാഗക്കാവിലെ ആ നാഗശിലകളെ ഞാൻ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ട്. അവ എനിക്ക് മാപ്പ് തരാൻ നീ പ്രാർത്ഥിക്കണം. അരുതാത്തതൊന്നും സംഭവിക്കില്ല. മനവത്തൂരിലെ ഭദ്രകാളിയും നാഗങ്ങളും ചിറ്റയ്ക്ക് നല്ലതേ വരുത്തൂ. പിന്നെ വക്കീൽ മുക്കോടനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മണ്ണും വസ്തുവകകളും കൃത്യമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ. എല്ലാം താണുമാമയ്ക്കേ അറിയൂ. ഞാനൊക്കെ മോഹിനിച്ചിറ്റയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാം. താണു മാമ, എനിക്ക് അയാൾ ചതിയനാ. ശിവതാണുവിന്റെ വാക്കുകൾക്കപ്പുറത്ത് ഒരു ലോകത്തെക്കുറിച്ചും എനിക്കറിയില്ല ചിറ്റെ. ആ വഴി പോവുകയേ നിവൃത്തിയുള്ളൂ. സൂക്ഷിക്കണം എല്ലാം. എന്തു സൂക്ഷിക്കാൻ? സന്ധ്യയ്ക്ക് നടവഴി അടച്ചു കഴിഞ്ഞാൽ ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിക്കാൻ ശീലിക്കുകയാണ് ഞാൻ. ചിറ്റ എവിടെയാണെങ്കിലും സന്തോഷമായി കഴിയണം, അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. മോഹിനി തമ്പുരാട്ടിക്ക് കൊടുക്കാനുള്ളത് എത്രയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പക്ഷേ മൊത്തം സ്വത്തുക്കൾ കീറിമുറിക്കുമ്പോൾ നിലവറയ്ക്കുള്ളിലിരിക്കുന്ന നിറം മങ്ങിയ വിളക്കും കിണ്ടിയും കിടുപിടിയും ഒക്കെ ചേർത്ത് 2 വിഹിതം അല്ലേ ശിവതാണു? അത് പിന്നെ അത് പിന്നെയല്ല, ഇപ്പൊ തന്നെ പറയണം. ശിവതാണുവിന് പറയാൻ സ്വല്പം ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാതെ പറ്റില്ല. കഥകളി ഭ്രാന്തും ആനഭ്രാന്തും മാത്രമല്ല, അച്ഛൻ നീലകണ്ഠരാജയ്ക്ക്
ഇത്തിരി കാമഭ്രാന്തം കൂടി ഉണ്ടായിരുന്നു. ആന ചവിട്ടിയരച്ച നീലകണ്ഠ രാജയ്ക്ക് ഒരവിഹിത ബന്ധമുണ്ട്. ആ ബന്ധത്തിലൊരു കുട്ടിയുണ്ട്, ബുദ്ധിയുറയ്ക്കാത്തൊരാൺകുട്ടി. സത്യമാണോ? ഞാനീ കേൾക്കുന്നത് സത്യമാണോ താണുമാമ? ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യമാണ്. വകയിൽ ചേലാവൂർ കോവിലകത്തെ ഒരു തമ്പുരാട്ടിയായിട്ട് വരും. നീലകണ്ഠരാജ കാണുമ്പോ തമ്പുരാട്ടി എന്ന പേര് മാത്രമേ ഉള്ളൂ. നന്നായി പാടും, ചിത്രം വരയ്ക്കും, നൃത്തവും ചെയ്യും. പിന്നെ വാർദ്ധക്യം നരപ്പിച്ച എത്രയെത്ര സിരകളിൽ കാമത്തിന്റെ കനലുകൾ വാരിയിട്ട് കത്തിപ്പടർത്തിയിരിക്കുന്നു. ചെയ്യുന്ന ജോലിയോട് 100% കൂറുള്ള, നഖം പോലും കളയാനില്ലാത്ത നല്ല ഇരുത്തം വന്ന ഒന്നാം തരം ഉരുപ്പടി. അത് മാത്രമല്ല, മതി. ഹൈമവതി തമ്പുരാട്ടി എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല. എത്ര തവണ ഞാൻ തമ്പുരാനോട് പറഞ്ഞു ആ ഉമയമ്മയെ നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാൻ. കേട്ടില്ല കാരണവര്. പൂത്ത് പഴുത്ത് നിൽക്കണ മാവ് വെട്ടിക്കത്തിക്കാൻ പറഞ്ഞ കേൾക്കൂ തമ്പുരാട്ടി? ഇനി ഇതല്ലാതെ എത്രയുണ്ട് എന്റെ അച്ഛന്റെ അവിഹിത ബന്ധങ്ങൾ. വെളുപ്പിന് എണ്ണയിട്ട് കുളിപ്പിച്ച് കൊണ്ടു നടന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടി. പാവം എന്റെ അച്ഛനെ കൊണ്ട്. ഞാൻ എന്ത് ചെയ്തു വക്കീലേ? തമ്പുരാട്ടി, ശിവതാണുവിനോട് കയർത്തിട്ട് കാര്യമില്ല. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യം കാണാൻ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് ഏറാൻ മൂളുന്ന ഒരു യന്ത്രം, അത്രേ ഉള്ളൂ. മരണം കഴിഞ്ഞ് അച്ഛന്റെ മുറിയിൽ നിന്നും കിട്ടിയ മരുന്നുകളുടെ ലിസ്റ്റ്, പുറത്തു വെളുക്ക ചിരിച്ച് മനുഷ്യനെ സ്നേഹിച്ച് മരിച്ച എന്റെ അച്ഛൻ, ആ അച്ഛൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ബോധം നഷ്ടപ്പെടുത്തുന്ന ഉറക്ക ഗുളികകൾ. എത്ര തവണ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ അച്ഛന് ഷോക്ക് കൊടുത്തു. വേഷം കെട്ടുന്നത് സദസ്സിന്റെ മുമ്പിലാകണം. ജീവിതം കഥയും കഥാപാത്രങ്ങളും അല്ല. മുകളിൽ ഈശ്വരനുണ്ട്. ഈ ശരീരമില്ലേ, പ്രാണൻ നിൽക്കുന്ന ഈ ശരീരത്തിൽ പുഴുക്കൾ അരിച്ചിറങ്ങും. അതെടുത്ത് കളയാൻ സ്വന്തം കൈയും, ഉറക്ക നിലവിളിക്കാൻ നാവും പൊങ്ങില്ല. അത് മറക്കരുത്. നല്ല ഉശിരൻ ഡയലോഗ്. സുഖിച്ചതും അനുഭവിച്ചതും ഒക്കെ തമ്പുരാട്ടിയുടെ അച്ഛനല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉമയമ്മ തമ്പുരാട്ടിയെ നീലകണ്ഠ രാജയ്ക്ക് ജീവനായിരുന്നു. അല്ലേ ശിവതാണു കാര്യസ്ഥ? അല്ലേ? അതെ. ആ, ഇനി എവിടെയൊക്കെ ഉണ്ട് ജീവൻ പോയ എന്റെ അച്ഛന്റെ ജീവനുകൾ? ഒരു പട്ടിക തയ്യാറാക്കി തന്ന ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കണ്ടു തീർക്കാം. വക്കീലേ, കോവിലകത്തിന്റെ അച്ഛൻ തയ്യാറാക്കിയ വിൽപത്രങ്ങൾ, വസ്തുവിവര കണക്ക്, പിന്നെ ഞാൻ അറിയാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക. മനവത്തൂരിലെ ഭദ്രകാളിയുടെ മുമ്പിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കാനേ എനിക്ക് കഴിയൂ. കളിച്ചു തുടങ്ങിയിട്ടില്ല നമ്മൾ. അതിനു മുമ്പേ അവൾ കളി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പന്ത് കയ്യിൽ കൊടുക്കില്ല. തട്ടിയും തെറിപ്പിച്ചും തട്ടിയും തെറിപ്പിച്ചും ഇവൾ ഭൂമിയുടെ ഒരു വലയം ചുറ്റും. പിന്നെ കിതച്ച് വീഴും. കിതച്ച് വീഴുന്നല്ല, കിതച്ച് മലന്നു വീഴും.